വന്നിട്ട് പറയും, ഞാൻ വന്നിട്ട് പറയാം, എല്ലാം പറയും ഞാൻ. തീക്ഷ്ണമായ വരികൾ കൊണ്ടും ചടുല താളം കൊണ്ടും യുവാക്കളുടെ ഹരവും ലഹരിയുമായി മാറിയ റാപ്പർ വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി. കുറച്ച് ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു വേടനും ടീമും. വളരെ ചെറിയ കാലം കൊണ്ട് കീഴാളതയുടെയും യുവത്വത്തിന്റെയും ബിംബമായി മാറിയ വേടൻ തന്റെ സംഗീത വേദികളിൽ ചിലതിനെ യുവാക്കളെ ബോധവൽക്കരിക്കാൻ ഉപയോഗിച്ചത് രാസലഹരിയുടെ മാരക ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ അയൽവാസിനെ സ്നേഹിച്ച്, നമ്മുടെ അപ്പനെ അമ്മനെ സ്നേഹിച്ച്, എടാ മക്കളെ ഒരുത്തിന് തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കുന്നതാണ്. മക്കളെ പ്ലീസ്, ഗവൺമെന്റ് ഇപ്പൊ ഇത് വേടനെന്ന് പറയുമ്പോഴേ സ്റ്റേജ് കയറേ, നീ കള്ളു കുടിച്ചിട്ടല്ലടാ വേടനൊക്കെ സ്റ്റേജ് കയറി പറയണേ, മനസ്സിലായോ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കണ മക്കളെ നമ്മൾ കാണല്ലേ. എന്റെ അനിയന്മാരൊക്കെ ഇതിനകത്തില്ലേ, എനിക്ക് എത്ര കൊച്ചു അനിയന്മാരുണ്ടെന്നറിയോ, അവന്മാരൊക്കെ ഇതിനകത്താണെന്നേ. ചെയ്ത് മക്കളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പനെയൊക്കെ അമ്മേനെയും മര്യാദയ്ക്ക് നോക്കി നല്ല ഫാമിലിയൊക്കെ റൺ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ മൂഞ്ചി തെറ്റിരിക്കുള്ളൂ. രാസലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് വേടൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ വേടനെ ക്രൂശിക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്ക് ഇന്നത്തെ കേസ് ഒരു കാരണമേ ആകുന്നില്ല. പക്ഷേ രാപകൽ നീളുന്ന സംഗീത നിശകളിലെ താരങ്ങളുടെ കെടാതെ കിടക്കുന്ന ആവേശത്തിന് പിന്നിൽ ലഹരിയുടെ മറിമായമുണ്ടോ എന്നത് അന്വേഷണ സംഘത്തിന് ഗൗരവത്തിൽ പരിശോധിക്കേണ്ടി വരും. ഷൈൻ ടോം ചാക്കോ അകപ്പെട്ട 2019 കൊക്കെയിൻ കേസിൽ പ്രോസിക്യൂഷൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ കേസിന്റെ കാര്യവും വേടൻ പാടിയതുപോലെ ആകുമോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എൻകൗണ്ടർ ഈ വിഷയം പരിശോധിക്കുമ്പോഴും ഗായകൻ ശ്രീ കവാലം ശ്രീകുമാർ നമ്മുടെ അതിഥിയാണ്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ചേരും. സാമൂഹിക പ്രവർത്തക ശ്രീമതി ധന്യാരാമൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി എ പ്രദീപ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഗായകനായ ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, ശ്രീ MG ശ്രീകുമാർ എന്നിവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചർച്ചയിൽ അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും അറിയുന്നതിനായി. ശ്രീ കവാലം ശ്രീകുമാർ, ഈ അടുത്ത കാലത്ത് ഇത്രയധികം മാസ്മരികമായ രീതിയിൽ ഒരു സ്വാധീനമുണ്ടാക്കിയ ഒരു ഗായകൻ ഉണ്ടായിട്ടില്ല വേടനെ പോലെ. കാരണം അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതിനപ്പുറത്തേക്ക് അത് ചെറുപ്പക്കാരെ മുഴുവൻ ആവേശം കൊള്ളിക്കുന്ന, അതിനെ ത്രസിപ്പിക്കുന്ന വേടന്റെ വരികളുണ്ട്, അതിലെ താളബോധമുണ്ട്. ഈ വേടൻ ചില വേദികളിൽ താങ്കൾക്കറിയാം അദ്ദേഹം രാസലഹരി ഉപയോഗിക്കരുത് എന്ന് ചെറുപ്പക്കാരോട് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തെ ഇല്ലാതാക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ അച്ഛനും അമ്മയെയും പോലും ശത്രുക്കളെ കാണാൻ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ വേടൻ ഇന്ന് പിടിയിലായിരിക്കുന്നത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ്. ഇത് വേടൻ പറഞ്ഞതിൽ നിന്നും മാറിപ്പോകുന്നില്ല. കാരണം രാസലഹരിയെക്കുറിച്ചായിരുന്നു വേടൻ മുന്നറിയിപ്പ് കൊടുത്തത്. വേടൻ ഉപയോഗിച്ചതാകട്ടെ കഞ്ചാവാണ്. അത് ഈ പോലീസുകാരോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഇത്ര വലിയ കുറ്റമായി കാണേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രാഥമികമായി താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലെ നിരീക്ഷണം? അല്ല, ഞാൻ എൻ്റെ ഒരു തലമുറയിൽപ്പെട്ടവർ ഭൂരിപക്ഷം ആൾക്കാർ ഈ പറയുന്നത് പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു കൂട്ടരാണ്. പ്രത്യേകിച്ച് എൻ്റെ ഒരു തലമുറയിലുള്ള സംഗീതക്കാരും എല്ലാം അങ്ങനെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലമുറ മാറി നമുക്കൊന്നും ഈ ലഹരിയുടെ ആവശ്യമില്ലാതെ തന്നെ നമ്മളൊക്കെ സംഗീതത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. എപ്പോഴാണ് ലഹരി തുടങ്ങുക എന്നത് നമുക്കൊരു ഒരു 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 വ്യക്തിയെ സംബന്ധിച്ച് നമുക്കൊന്നും നിർവചിക്കാൻ സാധിക്കില്ല. എപ്പോഴാണ് ഇതൊക്കെ നമ്മളൊക്കെ ഈ വളർന്നു വന്ന സാഹചര്യവും ഒക്കെ തന്നെയാണ് എന്നെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കാത്തത്. ഞാനിതൊരു
നമ്മളൊക്കെ അതിനകത്ത് അടിമപ്പെടാത്തത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലെ എന്നെ വളർത്തുന്ന ആ ഒരു രീതിയിലാണ് ഞാനിതിലൊന്നും പോകാത്തതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രായത്തിലെ ചെറുപ്പക്കാർ, എനിക്ക് തോന്നി ഇത് വീട്ടിലിപ്പോൾ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കഞ്ചാവ് കുഴപ്പമില്ലാത്തതല്ലേ, അല്ലെങ്കിൽ MDMA അതല്ലേ കൂടുതൽ, ഇത് ഒഴിക്കുന്ന കുഴപ്പമുണ്ടോ ഒരു കാര്യം ഒരു കലാകാരൻ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കല എന്ന് പറയുന്നത് ഒരു വളരെ 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 നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മൾ മാനസികമായിട്ടൊക്കെ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് കലാകാരനാകുന്നതിനെ വളരെ 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 ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്, ഒരു ജന്മമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമ്മളിത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു അറിയുമ്പോൾ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസ്. കാരണം ഇത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ എന്താ പറയുക, ചില വേദികളിലൊക്കെ പലരും പെർഫോം ചെയ്യുന്നത്, ഇപ്പം ഞാനൊക്കെ കാണാൻ പോയിരുന്നത് കച്ചേരികളും അങ്ങനെയുള്ള കാര്യമാണ്. പക്ഷെ അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കാം, സ്റ്റേജിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാമായിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ അവരുടെ കല മാത്രമാണ് കാണുന്നത്. അതിലൊരു ഒരിക്കലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആകാറേയില്ല. അവരുടെ പാട്ടും അവരുടെ ആ ഒരു എന്താ പറയണ്ട, അവർ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ അവരുടെ വളരെ ഉദാത്തമായ ആ ഒരു കോൺട്രിബ്യൂഷൻ അന്ന് പെർഫോം ചെയ്ത കാര്യം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ സമീപിക്കണമെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ ഇൻടേക്ക് എന്ന് പറയുന്നത്. അത് സമൂഹത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ വന്നുകൊണ്ട് ഇത്തരം കലാകാരന്മാർ ഇത് ഉപയോഗിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ പിള്ളേർക്ക് വലിയൊരു എന്താ പറയേണ്ട ഒരു ലഹരിയായി മാറുകയാണ്. ഇവരുടെ അനുകരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് അതിന് സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണിത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാമെന്നും നമുക്കറിയില്ല. നമ്മുടെ അച്ഛനമ്മമാർ തന്നെയാണ് അതിന് വിചാരിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അവർക്ക് കൺട്രോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവുമല്ല, പിള്ളേരിൽ കൺട്രോൾ വരുന്ന ഒരു കാലഘട്ടമല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. ശരി, ശ്രീമതി ധന്യാരാമൻ, ഈ കുറേ കാലമായി കേരളത്തിൽ ഈ പുതുതലമുറയിൽപ്പെട്ട കലാകാരന്മാർ, പ്രത്യേകിച്ച് ഇപ്പം ന്യൂജൻ കലാകാരന്മാർ, അത് സിനിമയിലായാലും ഇപ്പോൾ റാപ്പ് സംഗീതത്തിലായാലും അതല്ലെങ്കിൽ ഈ വിനോദ മേഖലയിൽ എവിടെയായാലും, അവർക്കിടയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വ്യാപകമായ ആശങ്കകൾ, പരാതികൾ, ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ നിരന്തരം പറയുന്ന കാര്യമുണ്ട്, അവരെ ഒന്നും ആരും തൊടാൻ പോകുന്നില്ല, അവരിലേക്കൊന്നും ഒരു അന്വേഷണവും പരിശോധനയും ഒന്നും എത്താൻ പോകുന്നില്ല. കാരണം സിനിമയൊക്കെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന മേഖലയാണ്, അവിടെ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇനി 1-2 കേസുകൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ തേച്ചു മായ്ച്ചു പോകും, ആരിലേക്കും ഈ അന്വേഷണങ്ങൾ എത്തില്ല എന്ന്. പക്ഷെ അതിന് നേരെ വിപരീതമായി ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട, അതായത് ഈ തലമുറയിൽപ്പെട്ട വലിയ സ്വാധീനമുള്ള പ്രേക്ഷകരെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളിലേക്ക് പരിശോധനകൾ എത്തുന്നതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഇന്നിപ്പോഴാ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ അങ്ങനെ അവരൊക്കെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. അവരിൽ നിന്ന് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് ഷൈൻ ടോം ചാക്കോ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേടൻ്റെ കാര്യത്തിലും സമാനമായ ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത്? കാരണം വേടൻ പ്രതിനിധാനം ചെയ്യുന്നത് കീഴാള വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കീഴാളതയുടെയും അതോടൊപ്പം തന്നെ യുവത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രതിരോധ രാഷ്ട്രീയത്തെയും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ബിംബമായി ഇപ്പോൾ ബോബ് മാർലിയുമായും ഒക്കെ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട്. വേടൻ്റെ വരികൾ, വേടൻ്റെ സംഗീതം, വേടൻ്റെ പെർഫോമൻസ്, വേടൻ്റെ ആ രൂപം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ വേടനെ വേട്ടയാടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതെന്ന് ചിലർ പറയുന്നുണ്ട്. അത് ആരാധകരുടെ കേവലമായ ഒരു ആരാധനയിൽ നിന്ന് പറയുന്നതല്ല, വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയ ചോദ്യം എന്ന നിലയിൽ ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ അതിലേത് പക്ഷത്ത് നിൽക്കും? വേടൻ്റെ കയ്യിൽ നിന്ന് ലഹരി കണ്ടെത്തിയതിനെ ഞാൻ എപ്പോഴും എന്താ പറയണ്ടേ, ഞാൻ പിന്തുണയ്ക്കുന്നില്ല. വേടൻ്റെ കയ്യിൽ നിന്നല്ല, ആരുടെ കയ്യിൽ നിന്ന് ലഹരി കണ്ടെത്തിയാലും ഞാനതിനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം ലഹരി ഉപയോഗിച്ച ഒരു മനുഷ്യന് ഏത് ലെവൽ വരെ പോകുന്നുള്ളത് ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇഷ്ടംപോലെ മനുഷ്യരെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുണ്ട്. സ്വബോധവും പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയും കൂടി നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഒരാൾ
കത്തിയും പെട്രോളുമായിട്ട് ഒരാൾ വന്നിരുന്നു. അത് അയാൾ മയക്കുമരുന്നിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ജയിലിലാക്കിയിട്ട് ജയിലിലിടാൻ പറ്റുന്നില്ല, ഇവിടെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ വേടനെ കുറേ നാളുകളായിട്ട് വേടൻ്റെ പ്രോഗ്രാം എവിടെ കണ്ടക്ട് ചെയ്താലും അത് ഒരു 4 പാട്ട് 2 പാട്ടോട് കൂടി അതിനെ പോലീസ് പോയി അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധിക്കാത്ത, ഇവിടുത്തെ സ്റ്റേറ്റിന് സാധിക്കാത്ത ഒരു ചലനം സമൂഹത്തിനിടയിൽ കുട്ടികളെയൊക്കെ സ്വാധീനിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ലഹരിയുടെ വഴിയെ പോകട്ടെ, അദ്ദേഹത്തിൻ്റെ ആശയം ഒരുക്കി ആ 100% സത്യമായിട്ടുള്ള ആശയം, വരേണ്യബോധത്തിനെതിരായിട്ടുള്ള ആശയത്തെ ഞങ്ങൾ 100% ഞങ്ങൾ പിന്തുണയ്ക്കും. പിന്നെ ഇതൊരു എന്താ പറയണ്ടേ, ഇതൊരു സെലക്റ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിനേക്കാളും കഞ്ചാവും MDMA-യും സിനിമാ മേഖലയിൽ ഇവിടെ ഒഴുക്കിയ മനുഷ്യരെ പോലീസിന് നന്നായിട്ട് അറിയാം, ആരാണെന്നറിയാം. അവരുടെ പുറകെ ഒരിക്കലും പോലീസ് പോകത്തില്ല. ഇപ്പം ഒന്നും പോകണ്ട. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ ആദ്യം പിടിച്ചപ്പം കോടതിയിലെത്തിയപ്പം അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ ഷൈനിൻ്റെ മെഡിക്കൽ എടുത്തിട്ടില്ല. ഇതൊരു ഒരു മജിസ്ട്രേറ്റാണ് പോയിട്ട് ഇതിൻ്റെ അളവെടുക്കേണ്ടത്. മജിസ്ട്രേറ്റ് പോയിട്ട് അളവെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഷൈൻ ടോം ചാക്കോ ആദ്യത്തെ കേസിൽ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇവിടുത്തെ വിഷയം പിന്നെ ഞാൻ വേണമെങ്കിൽ ഗണേഷ് കുമാറിന് ഒരു കാര്യം ചെയ്യും. ഇപ്പം പുലിനഖത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പുലിനഖം ഇവിടെ മാത്രമേ പ്രശ്നമുള്ളൂ. പുലിനഖം വേടന് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. അവിടെ അത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 ആനക്കൊമ്പ് കണ്ടെത്തിയ മോഹൻലാൽ എവിടെ? ഒരു തവണ പോലും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിട്ടില്ലാത്ത മോഹൻലാലിനെതിരെ ഇവിടുത്തെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ മോഹൻലാലിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇത് പ്രിവിലേജാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ അച്ചീവ് ചെയ്ത് അവരെ പിടിച്ച് അവരെ ഒതുക്കുക എന്നുള്ളത് ഇത് ഇപ്പോഴത്തെ പോലീസിലെ ഒരു വിഭാഗം സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വേറൊരു മുഖമാണ്. അത് നിങ്ങൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ. അത് നന്നായിട്ട് ഞങ്ങൾക്കും അറിയാം. ഗണേഷ് കുമാർ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെയും പുതിയൊരു ഉത്തരവ് ഇറക്കി കൊടുത്തു. അതായത് മോഹൻലാലിന് 5 ആനക്കൊമ്പ് കൈവശം വയ്ക്കാന്ന്. ഗണേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഗണേഷ് കുമാറെ, താങ്കൾക്ക് വേടന് ഒരു പുലിനഖത്തിൻ്റെ മാല കഴുത്തിലിടാമെന്ന് പറഞ്ഞ് താങ്കൾക്ക് അത് പിന്നെ അനുവദിച്ച് ഒരു ഓർഡർ അതുപോലെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങളത് ചെയ്യില്ല. അതാണ് പറയുന്നത് ഇവിടെ ജാതിയുടെ പ്രിവിലേജ്, ആശയങ്ങളുടെ പ്രിവിലേജ്, വേടൻ പറയുന്നതിൻ്റെ പ്രിവിലേജ്. വേടൻ വെജിറ്റേറിയൻ അല്ല, വേടൻ പറയുന്നത് വെജിറ്റേറിയൻ അല്ല. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിഭാഗം മനുഷ്യർ ഇവിടെ ഉണ്ട്. വേടൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ ഇന്ന് വരെ ഈ നിമിഷം ഇരിക്കുമ്പോൾ പോലും ഇപ്പം ഒരു പക്ഷേ കാവാലം എന്നുള്ള പേരിൽ സാർ അവിടെ ഇരിപ്പുണ്ട്. സാറിനൊക്കെ എന്താ പറയണ്ടേ, സാറിനുള്ള പ്രിവിലേജ് എന്തായാലും ഈ തലമുറയിലെ അല്ലെങ്കിൽ ഈ തലമുറയിലെ വേടന് അത് കിട്ടത്തില്ല. അത് വേറെ തന്നെയാണ്. വേടൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും വേടനെ ഒതുക്കേണ്ടവർ വേടനെ കൃത്യമായിട്ട് ഒതുക്കിയിരിക്കും തന്നെയുള്ള. കാരണം അതിലെ വിഷയം വേടൻ്റെ ആശയമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള പോലീസിൽ ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വലിയ മയക്കുമരുന്ന് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് അത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ പൊതുസമൂഹം അറിയേണ്ട കേസുകളുണ്ട്. അത് ഏതെങ്കിലും പൊതുസമൂഹം ഇതുപോലെ രാവിലെ തൊട്ട് ചാനലിൽ വാർത്തയായിട്ട് അതെങ്ങനെ അറിയുന്നുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. 12-14 വയസ്സുള്ള ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ കൊച്ചു പെൺകുട്ടികളെ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ഗുണ്ടകൾ കൊണ്ടുപോയിട്ട് അവരെ റേപ്പ് ചെയ്തു, അവരെ MDMA ആയിട്ട് ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് കടത്തുന്ന ജോലി എടുത്തു. ഇപ്പം ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ട്രിവാൻഡ്രം ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു വാർത്ത ചെയ്തിട്ടുണ്ടോ? മയക്കുമരുന്ന് കേസിൽ മയക്കുമരുന്ന് കടത്താനായിട്ട് ആ ഗുണ്ടയുടെ പേര് നിങ്ങൾക്ക് അറിയാവോ? ആ ഗുണ്ട എവിടുന്ന് മയക്കുമരുന്ന് എടുക്കുന്നു അറിയാവോ? അതിന്റെ സോഴ്സ് പോലീസ് കണ്ടെത്തിയോ? അതൊന്നും വാർത്തയാകുന്നില്ല. ഇവിടെ വലിയ കേസുകൾ അവിടെ കിടക്കുവാണ്. 3 ഗ്രാം കഞ്ചാവ് പിടിച്ച വേടന്റെ പുറകെയാണ് എല്ലാ മനുഷ്യരും നിൽക്കുന്നത്. അതിന്റെ വിഷയമാണ് ഞങ്ങൾ ജാതി എന്നും പ്രിവിലേജ് എന്നും പറയുന്നത്. 5 ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാൽ അവിടെ നിൽക്കും. എന്നിട്ട് വനം വകുപ്പ് പറയുവാണ്, മോഹൻലാലിന് സ്പെഷ്യൽ ഓർഡർ ഇട്ട് കൊടുത്ത വനം വകുപ്പ് പറയുകയാണ് വേടനെ പൂട്ടുന്നു. ഇതാണ് ഇവിടുത്തെ പ്രിവിലേജ്. ശരി, ഞാൻ വരാം. ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്, ഗായകൻ. ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, ഇപ്പോൾ വേടൻ ഈ കഞ്ചാവ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഈ നടപടിയൊക്കെ ഉണ്ടായത്. വേടൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന്. ഏതാണ്ട് ഒരു 9.5 ലക്ഷം രൂപ ആ കഞ്ചാവ് ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇന്നലെ അവരുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടെ ആ മേശപ്പുറത്തുണ്ടായിരുന്നു. അതെന്താണെന്ന് പോലീസ് ചോദിച്ചു. അപ്പോൾ വേടൻ പറഞ്ഞു ഇത് ടീമിലുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള തുകയാണ് എന്ന് പറഞ്ഞു. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം വേടൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് സംസാരിക്കാമെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ അടുത്ത കാലത്തായിട്ട് ഈ വിനോദ മേഖലയിൽ, എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ ഇതുപോലെ കാര്യമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ശ്രദ്ധാപൂർവമുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അവരിൽ പല ആൾക്കാരും ഇപ്പോഴും പോലീസിൻ്റെ സർവൈലൻസ് അല്ലെങ്കിൽ എക്സൈസിൻ്റെ സർവൈലൻസ് പട്ടികയിലുണ്ട്. നീണ്ട ഷോകൾ നടത്തുന്ന ആളാണല്ലോ താങ്കൾ, അതായത് നീണ്ട മണിക്കൂറുകൾ നീണ്ട ഷോകൾ നടത്തുന്ന ആളാണ് താങ്കൾ.
ഇത് ലഹരിയുടെ ഒരു പിൻബലത്തോടു കൂടിയാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു ആശങ്ക താങ്കളെ പോലുള്ള ആളുകൾക്കുണ്ടോ? സാധാരണ നിലയിൽ പറയാറുണ്ട് ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഭാവനയെ വിടർത്താൻ വളർത്താനും ഒക്കെ ചെറിയ രീതിയിൽ ലഹരി സഹായകരമാകും എന്നൊക്കെ ഉള്ള കലാകാരന്മാരൊക്കെ പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണോ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ? ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ആദ്യമായിട്ട് ഒരു കലാകാരന് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ലഹരിയുടെയും ആവശ്യമില്ല. ഒരുപാട് നമ്മളുടെ കേരളത്തിൽ നിന്നും പുറത്തുനിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ യാതൊരു ഇൻടോക്സിക്കൻസ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസുകളും ഉപയോഗിക്കാതെ എത്രയോ വർഷങ്ങൾ പെർഫോം ചെയ്ത് വളരെ ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു രംഗമാണ് നമ്മളുടെ കലാരംഗം. ഒരു കലാരംഗം എന്ന് പറയുന്നത് എല്ലാ ഫീൽഡ് പോലെ തന്നെയും അവിടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് അനുസരിച്ച് ലഹരി ഉപയോഗിക്കുന്നവർ, മദ്യപിക്കുന്നവർ, മദ്യം കഴിക്കാത്തവര്, അങ്ങനെ എല്ലാവരെയും നമുക്ക് എല്ലാ രംഗത്തും കാണാൻ പറ്റും. ഇപ്പൊ ആർട്ടിലും അങ്ങനെ ഉണ്ടെന്നല്ലാതെ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സ്പെസിഫിക് കാറ്റഗറിക്ക് ഇങ്ങനെ ലഹരി ഉപയോഗിക്കണം, ലഹരി ഉപയോഗിച്ചാലേ പെർഫോം ചെയ്യാൻ പറ്റൂ, ഭാവന വളരും, അല്ലെങ്കിൽ അതിലൊന്നും എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടോ അല്ലാതെയോ ഉള്ള എന്തെങ്കിലും ഒരു ബാക്കിംഗ് അതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ സോബറായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ എന്ന മ്യൂസീഷ്യൻ സോബറായിട്ടിരിക്കുന്ന ആളാണ്, ലഹരി ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഭാവനാപരമായോ കലാപരമായോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ലഹരി ഉപയോഗത്തിന് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കൊഹോർട്ടിനെ മാത്രം ബന്ധിപ്പിച്ച് പറയേണ്ട കാര്യവുമില്ല. ലഹരി ഉപയോഗിക്കുന്നവരെല്ലാ രീതിയിലും ലഹരി ഉപയോഗിക്കുന്നവർ എല്ലാതരം സൊസൈറ്റികളിലുമുണ്ട്, എല്ലാ രംഗത്തുള്ളവരുമുണ്ട്, അതുപോലെ ആർട്ടിസ്റ്റുകളിലും ഉണ്ടാവാം. ഒരിക്കലും നമ്മൾ ലഹരി എന്നുള്ളതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആസ് എ പേഴ്സൺ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒരു ഇൻടോക്സിക്കൻറ്റും ഉപയോഗിക്കേണ്ട ആവശ്യം ആർട്ടിസ്റ്റിന് ഇല്ല എന്നാണ് എൻ്റെ പൊസിഷൻ. ശരി, ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, ആ ഭാഗം ശരി. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇൻടോക്സിക്കൻറ്റും ഒരു പിന്തുണയോ പിൻബലമോ ഒരു കലാകാരന് ആവശ്യമില്ല ഒരു കലാസൃഷ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇനി വേടൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, ഇതൊരു വരേണ്യ വിഭാഗത്തിന് ചില പ്രിവിലേജുകൾ കിട്ടുന്നു. ഇപ്പോൾ സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും വേടൻ പ്രതിദാനം ചെയ്യുന്ന സംഗീതം, അതിൻ്റെ ശൈലി, അതിൻ്റെ താളം, അതിൻ്റെ ഭാവം ഒക്കെ തന്നെ ഒരു പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം ഉള്ളതാണ്. ഇപ്പോൾ ബോബ് മാർലിയുമായും ഒക്കെ വേടൻ താരതമ്യം ചെയ്യപ്പെടുകയുണ്ടായി. അതിന് കാരണങ്ങളുണ്ട്, താങ്കൾക്കറിയാം. ഇവിടുത്തെ ഒരു കീഴാള സംഗീതത്തിൻ്റെ ഭാഗമായി, അതല്ലെങ്കിൽ ഈ വരേണ്യ സാംസ്കാരിക പ്രമാണത്വത്തിനെതിരായിട്ടുള്ള ഒരു സംഗീതമായി, ഒരു താളമായിട്ടാണ് വേടൻ്റെ പാട്ടുകളും വരികളും ഒക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് വലിയ അനേകം ആരാധകരുണ്ടായി. പുതുതലമുറ ആ താളത്തിനൊപ്പം നിന്നു. അവരുടെ വലിയ പിന്തുണ, സ്നേഹാദരങ്ങളൊക്കെ വേടൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരാളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് വേടൻ്റെ പെർഫോമൻസിൽ 1-2 പാട്ടുകൾ മാത്രം പാടാൻ അനുവദിക്കപ്പെടുക, പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുക, ഇപ്പോൾ ഈ ചെറിയ അളവിൽ കഞ്ചാവ് വെച്ചതുപോലും പിടികൂടി വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഒരു കുറ്റവാളി എന്ന പോലെ ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ ബോധപൂർവമായി ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിമർശനത്തോട്, എന്ന ആക്ഷേപത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, അതിനോട് യോജിക്കുമോ താങ്കൾ? ശ്രീമാൻ വേടൻ, അദ്ദേഹത്തിന്റെ സംഗീതം മാത്രമാണ് എനിക്ക് അറിയാവുന്നത്. അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിക്കുകയും അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന സാമൂഹിക രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിലെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനെ ഒരു പരിധി വരെയൊക്കെയെങ്കിലും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ന്യായമുള്ളതും ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ആ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ എന്തായാലും കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പെസിഫിക് വിഷയം നിയമപരമായി നമ്മുടെ നാട്ടിൽ അനുവദിക്കാത്ത എന്ത് കാര്യം ചെയ്താലും അത് കുറ്റമാണ്. അത് ആര് ചെയ്തു എന്നുള്ളതിനേക്കാളും അത് നിയമപരമായിട്ട് അത് അനുവദനീയമാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു ആർട്ടിസ്റ്റ്, ഒരു പ്രത്യേകിച്ച് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ്, കുറച്ച് കോൺട്രേറിയൻ പൊസിഷൻ എടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കും പൊതുവെ അത്യാവശ്യം ഫെയിമിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരെ ഒന്ന് പുൾ ഡൗൺ ചെയ്യണം എന്നുള്ളത് ഒരു സൊസൈറ്റൽ പെർവേർഷന്റെ ഭാഗമാണ്. അതിപ്പോൾ ഞാൻ നിയമ സംവിധാനത്തിന്റെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ ഞാൻ തയ്യാറില്ല, കാരണം അതിനെക്കുറിച്ച് എനിക്ക് അതിനുള്ള ബോധ്യവും എനിക്കില്ല. പക്ഷെ പൊതുവെ അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കണം. പക്ഷേ അതിൽ വിരുദ്ധമായി അദ്ദേഹം ചെയ്യുന്ന പാട്ടിനെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കലയോ ഒക്കെ കൂട്ടിക്കുഴച്ച് അപ്പാടെ ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയൊക്കെ കണ്ടുകാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് കാണുക തന്നെ വേണം. അദ്ദേഹം നിയമപരമായി
ഒരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാവും, നമ്മളുടെ ലീഗൽ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാവും. പക്ഷേ അതിലുപരിയായി അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഗീതത്തിനെയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെയോ ഒക്കെ കൂട്ടി വലിച്ച് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അഭിപ്രായം. അത് അങ്ങനെ പ്രസ്തുത രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റൽ പെർവേഷൻ ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം വേടന്റെ പാട്ട് കേട്ടവർ, അതിന്റെ ആസ്വാദകരായിരുന്നവർ, അതിന്റെ താളത്തിനൊപ്പം തുള്ളിയവർ ഒക്കെ തന്നെ വേടനെ അനുകൂലിച്ചാണ് ഇപ്പോഴും രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന പ്രതികരണങ്ങൾ വെച്ചാണ്, അല്ലാതെ മറ്റു ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം, ഇല്ല എന്നല്ല. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വാട്ട് വി പ്രീച്ച് ഷുഡ് ബി പ്രാക്ടീസ്ഡ് എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ എന്താണോ നമ്മൾ ഒരു ഉപദേശമായി കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്, അത് നമ്മൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ മലയാളിക്കും അത്തരമൊരു ദുസ്സാഠ്യമുണ്ട്. അല്ലാതെ നല്ല ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ഒന്നും അല്ല നമ്മുടേത്. എനിക്കും താങ്കൾക്ക് നന്നായിട്ട് അറിയാം, നമ്മളും ഇതിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, വേടൻ ഈ ചെറുപ്പക്കാരോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ രാസലഹരി ഉപയോഗിക്കരുത്, അത് നമ്മളെ ഇല്ലാതാക്കും, ഈ ഒരു തലമുറയെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ, ഞാൻ കള്ളു കുടിച്ചിട്ടല്ലേ ഈ വന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ഈ ഉപദേശം അവർക്ക് നൽകുന്നത്. രാസലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല വേടൻ എന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത്, കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ വേടന് വേടൻ്റേതായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തലോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പറഞ്ഞത് ചെയ്തില്ല എന്നൊക്കെ ഒരു കുറ്റപ്പെടുത്തലിന് വേടൻ അർഹനാണോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? സ്പെസിഫിക്കായി ശ്രീ വേടന്റെ കാര്യത്തിൽ മാത്രം ഒരു അഭിപ്രായം പറയാൻ ഈ കേസിനെ കുറിച്ചോ ഇപ്പോൾ സംഭവിച്ച, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയിലും കണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ളൂ. പക്ഷെ പൊതുവെ നമ്മൾ നിലകൊള്ളുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി അതിനെതിരായിട്ട് ഒരു പ്രതികരണം ഉണ്ടാവും. ആളുകൾ തീർച്ചയായിട്ടും, നമ്മളിപ്പോൾ ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾ പറയുകയും നമ്മൾ അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന, എസ്പെഷ്യലി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അതും ഒരു ഹൈലി സോഷ്യലി വയബിൾ ആയിട്ട്, സോഷ്യലി നോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി കുറച്ച് കൂടുതലാണെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഓഡിറ്റ് ചെയ്യപ്പെടണം. കലാകാരൻ ആ ഓഡിറ്റിങ്ങിന് വിധേയനാവേണ്ട ആൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ഓഡിറ്റിങ്ങിനപ്പുറം ഒരാളെ ചിത്രവധം ചെയ്യുക അല്ലെങ്കിൽ തേജോവധം ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ ഇത്രയും കാലത്തെ കലാപരമായിട്ടുള്ള അച്ചീവ്മെന്റ്സിനെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അതെല്ലാം വോയിഡ് ആക്കി കളയുക എന്നുള്ള പോലത്തെ എക്സ്ട്രീം മൂവ്സിനോട് എനിക്ക് ഒരു തരത്തിലും അഭിപ്രായമില്ല. ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം ഏത് കുറ്റം ചെയ്ത ആൾക്കാർക്കും കുറ്റത്തിനാണ് ശിക്ഷ, അല്ലാതെ അവർ കുറ്റത്തിന് ഉപരിയായി ചെയ്ത കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് അവരെ ക്യാൻസൽ ചെയ്യാനുള്ള യാതൊരു നിയമവും നമ്മളുടെ ഈ രാജ്യത്ത് നിൽക്കുന്നില്ല. സോ ജനറൽ ക്യാൻസൽ കൾച്ചറിന് ഞാൻ എതിരാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിന് എതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് റീകൺസിഡർ ചെയ്യും, അദ്ദേഹം അത് ഭാവിയിൽ തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഈ തിരക്കിനിടയിലും താങ്കൾ ഈ സമയം കണ്ടെത്തി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ അനുവദിച്ച സമയം പൂർത്തിയായിട്ടുണ്ട്. വളരെയധികം നന്ദി ഒരിക്കൽ കൂടി. താങ്ക് യു വെരി മച്ച്. ജോർജ് ജോസഫ് സാർ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതേ ഉള്ളൂ ഈ വിനോദ സംഗീത മേഖലകളിലേക്കൊക്കെ ഈ അന്വേഷണം എത്തുന്നതിനെ കുറിച്ച്. തൊട്ടു പിന്നാലെ ഇതാ ഏറ്റവും അധികം ജനപ്രീതിയുള്ള, ഏറ്റവും അധികം ആരാധകർ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത വേടന് മേൽ ഇപ്പോഴാ പരിശോധനയും ആ നടപടിയുമൊക്കെ വന്നു വീണിരിക്കുകയാണ്. ജോർജ് ജോസഫ് സാർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അന്വേഷണവും ഈ കണ്ടെത്തലുകളും ഒക്കെ വെറുതെ വൃഥാവിലാവുകയേ ഉള്ളൂ. കാരണം ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പൊതുവിൽ പൊതുസമൂഹത്തിനൊരു ധാരണയുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019 ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസ്. അതിൽ താങ്കൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെളിവെവിടെ, അത് കണ്ടെത്തുന്നതിൽ ശുഷ്കാന്തി ഉണ്ടായില്ല, വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നടപ്പാക്കിയില്ല എന്നൊക്കെയുള്ള കോടതിയുടെ വിമർശനം പ്രോസിക്യൂഷന് നേരിടേണ്ടി വന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് 6 ഗ്രാം കഞ്ചാവാണ്. പിന്നെ ആ ഫ്ളാറ്റിലെത്തിയപ്പോൾ മേശപ്പുറത്തുണ്ടായിരുന്ന 9 ലക്ഷം രൂപയുടെ കണക്കാണ് പോലീസ് ചോദിച്ചത്. വേടനെ പോലെ ജനസമ്മതിയുള്ള, ഇത്രയധികം ആരാധകരെ ഉണ്ടാക്കിയ, ഇത്രയധികം ആവേശം യുവാക്കളിൽ ജനിപ്പിച്ച ഒരാൾക്കെതിരെ ഈ കുറ്റം ചുമത്തി കൊണ്ടുവരുമ്പോൾ പോലീസ് പാലിക്കേണ്ടതായ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? നേരത്തെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞതുപോലെ ചിലർ പ്രിവിലേജഡായിരിക്കുകയും ഈ സമൂഹത്തിൽ നീതിയും ന്യായവും ഒക്കെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന തത്വം പറയുമ്പോഴും ചിലർ സംരക്ഷിക്കപ്പെടുകയും പരിരക്ഷിക്കപ്പെടുകയും മറ്റു ചിലർ അനാഥരായി ഇതിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടോ? അതിൻ്റെ ഇരയാണോ വേടനെ പോലെ ഒരു സംഗീതകാരൻ?
ഇല്ല, വേടൻ്റെ സംഗീതം നമ്മൾ കേൾക്കാത്ത സംഗീതമാണ്, ഒരു കീഴാള സംഗീതം തന്നെയാണ് അത്. അതിനകത്ത് രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഗാനത്തിൽ. അത് തന്നെയല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹം ഒരു സിലോൺ ഡിസെൻഡൻ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ പൂർവികർ സിലോണിൽ നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൽ സർക്കാർ സ്ഥലം കൊടുത്ത് താമസിച്ചവരുടെ ഒരു കൊച്ചുമകനാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ, നല്ല ഒരു ശതമാനം ആൾക്കാർ, മുന്നോക്ക ചിന്തക്കാരും പിന്നോക്ക ചിന്തക്കാരും എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് പ്രത്യേകത ഉണ്ട്, നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. അത് മൈക്കിൾ ജാക്സൻ്റെ പോലെ തന്നെ അദ്ദേഹം സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ആ റിതമിക്കായിട്ടുള്ള എല്ലാം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ സോങ്സിൻ്റെ വരികൾ അദ്ദേഹം തന്നെ എഴുതുന്നതാണ്, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്യുന്നതാണ്. നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിനോട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം സ്റ്റേജിൽ ഈ പാടിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കരുത് മക്കളെ, നിങ്ങൾ പിശാചുക്കളാവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉപദേശം കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ. കാരണം അതൊരു, പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തനിനിറം എന്താണെന്ന് മനസ്സിലായില്ലോ നമുക്ക്. കാരണം അദ്ദേഹം പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തിയും ഒന്ന്, രണ്ട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഏത് സ്റ്റേജിലും അത് പ്രകടിപ്പിക്കാം. അദ്ദേഹത്തിന് ആ രീതിയിൽ നേരത്തെ ധന്യരാമൻ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ പലരുടെയും മനസ്സിൽ ഒരുപോലെ കാണാനുള്ള കണ്ണ് ഇപ്പോഴും ഇല്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സോ അല്ലെങ്കിൽ ഡ്രഗ്സുമായിട്ട് നമ്മൾ ഏത് കലാകാരനായാലും ഏത് ജാതിക്കാരനായാലും ആരായാലും ശരി, ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി, അതിനെ തീർച്ചയായിട്ടും അടിച്ചമർത്തേണ്ടത് തന്നെ, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നേരത്തെ ധന്യരാമൻ പറഞ്ഞ മോഹൻലാലിൻ്റെ ആ കൊമ്പിൻ്റെ അത് ശരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പുലിനകം വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ അത് നോൺ ബെയിലബിളായ ഒരു ഒഫൻസിലേക്ക് പോകും. അദ്ദേഹത്തിന് 7 ഗ്രാം എങ്ങാണ്ട് അവിടുന്ന് മൊത്തം കിട്ടിയിട്ടുള്ളൂ, 7-8 പേരുണ്ട്. അപ്പോൾ അത് അവരുടെ കൊടുക്കാനുള്ള പൈസയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വിശ്വാസമില്ല. അത് മറ്റ് ചില കോൺട്രിബ്യൂഷനാണ്. കാരണം ഇന്ന് മലയാളത്തിലെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് മലയാള സിനിമാ രംഗത്തും ഗാനരംഗത്തും എല്ലായിടത്തും ഈ ലഹരിയുടെ അതിപ്രസരം തന്നെയാണ്. അതിൽ നിന്നുള്ള വരുമാനം ധാരാളമാണ്. ഇപ്പോൾ കലപരമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ധാരാളം വരുമാനം കിട്ടുന്നുണ്ട്. പണ്ട് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കലാകാരന്മാരെല്ലാം കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള വേദികളുണ്ട്, വലിയ എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. 9.5 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നാൽ എന്തായാലും പോലീസ് അന്വേഷിക്കണം. കാരണം എല്ലാവർക്കും 2-3 മുഖങ്ങൾ സിനിമയിലുള്ളവർക്കുണ്ട്. നമ്മൾ കണ്ടല്ലോ ആ സിനിമാ നടന്മാരുടെ പൂർവ്വചരിത്രങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനോട് യോജിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനൊരു മുഖമുണ്ടെന്ന് പ്രതീക്ഷിച്ചുമില്ല. അതെപ്പോഴും കലാകാരന്മാർ. ജോർജ് ജോസഫ് സാർ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് വേടൻ ഈ ചെറുപ്പക്കാരോട് പറയുന്നത് നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്, അതായത് കെമിക്കൽ ഡ്രഗ്, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കരുത് എന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ കള്ളു കുടിച്ചിട്ടല്ലേ സ്റ്റേജിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേടൻ ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഒരു സിന്തറ്റിക് ഡ്രഗ് അല്ല വേടൻ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, വേടൻ പറയുന്നുണ്ട് എന്റെ എക്സ്പീരിയൻസ്, എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് വേടൻ പറയുന്നത്. അല്ല, ഞാൻ പുണ്യാളെന്ന് വേടൻ പറയുന്നില്ല. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ആ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടെന്ന് പറയുന്നെങ്കിലും മറ്റ് ഹൈബ്രിഡ് കഞ്ചാവും മറ്റും കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ലേ പറയുന്നത്. അങ്ങനെ 2 മുഖം പാടില്ലല്ലോ. അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ജോർജ് ജോസഫ് സാർ ഒരു ടെക്നിക്കൽ ആണെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജോർജ് ജോസഫ് സാർ, ഇത് കഞ്ചാവ് എന്നാണ് ജോർജ് ജോസഫ് സാർ, ഹൈബ്രിഡ് കഞ്ചാവ് ആണെന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ജോർജ് ജോസഫ് സാർ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ആ വരിയൊന്ന് ഞാൻ വായിക്കാം. ജോർജ് ജോസഫ് സാർ, ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് മക്കളെ, സിന്തറ്റിക് ഡ്രഗ് 10 പേർ അടിച്ചു കഴിഞ്ഞാൽ 2 പേർ ചത്തുപോകും. അത് ചെകുത്താനാണ്, അവൻ ഒഴിവാക്കുക. ദയവ് ചെയ്ത് പ്ലീസ്. എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് കാലുപിടിക്കുന്നത്. മക്കളെ, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന്. എനിക്കിത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. ഇങ്ങനെയാണ് വേടൻ പറഞ്ഞത്. ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഡയറക്റ്റായിട്ട് എന്താണ്, മറ്റ് ഡ്രഗ്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്നല്ലോ. MDMA കൊക്കൈനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവോ അതിന് തടസ്സമില്ല എന്നുള്ള രീതിയിൽ അല്ലേ. മദ്യമോ അതിനെ പ്രേരിപ്പിക്കുന്നതല്ലേ. ഇതുപോലെയൊക്കെ നമുക്ക് ഇദ്ദേഹത്തിനെ പോലെ വേടനെ പോലെ ആകണമെങ്കിൽ മറ്റു മദ്യം കഴിക്കണം. നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനോട് നമുക്ക് ഏതായാലും പൂർണ്ണമായിട്ട് ഈ സിനിമാ ഭാഗത്തും കലാരംഗത്തും ഈ ഗായകന്മാരുടെ രംഗത്തു നിന്നൊക്കെ
ഇതിനെ വർജിച്ചേ പറ്റുള്ളൂ. കാരണം ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഹരി ശിവരാമകൃഷ്ണൻ പറഞ്ഞല്ലോ, അതൊരു സ്വാഭാവികമായ നാച്ചുറലായ കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് നമ്മുടെ ഈ വേടനും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത് അടിക്കണമെന്ന് തന്നെ ഇല്ല. കാരണം അദ്ദേഹം ഏതോ ഡ്രഗ്സ് കഴിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പായല്ലോ. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയത് അത് ഹൈബ്രിഡ് കഞ്ചാവ് തന്നെയാണ് 7 ഗ്രാം. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും പൊതുവെ എല്ലാ സിനിമാ രംഗത്തും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രംഗത്തും കലാരംഗത്തും വലിയ ചിലവുള്ള ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് വരുമാനം നല്ലത് വേണം. ഡ്രഗ്സ് എല്ലാവരും കച്ചവടം ചെയ്യുന്നത്. നമ്മൾ ഷൈൻ ടോം ചാക്കോയെ കണ്ടല്ലോ. ഇപ്പം അത് കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ്സ് ഇടപാടാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് വാസിയൊക്കെ ചെയ്യുന്നത്. കാരണം അവിടെ ക്രിസ്റ്റീന എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് എത്ര 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. അപ്പോൾ ഓരോ നമ്മൾ വിശകലനം ചെയ്തിട്ട് അത് നിസ്സാരമായിട്ട് നമ്മുടെ സമൂഹം എല്ലാം തെറ്റിപ്പോയി, നമ്മുടെ കൈവിട്ട് പോയി. അത് മുന്നോക്കമായാലും പിന്നോക്കമായാലും എല്ലാ കുട്ടികളും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം അവരെല്ലാം നമ്മളെ കൈവിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ രീതി വേണം നമ്മൾ ചിന്തിക്കാൻ, ആ രീതി വേണം നടപടിയെടുക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഗവൺമെൻറ് ആണല്ലോ ഇവിടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ. കാരണം അദ്ദേഹം ഈ ഡ്രഗ്സിന് എതിരായിട്ട് പറയുന്നതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രോഗ്രാം ഗവൺമെൻറ് ലെവലിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ അപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടാവുമായിരിക്കും. ഇതേ ഗവൺമെന്റ് തന്നെയാണ് മോഹൻലാലിനെ സർക്കാരിന്റെ മുഖമാക്കി വെച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ഇതേ പോലീസാണ് മോഹൻലാലിന് എസ്കോർട്ട് പോകുന്നത്. മോഹൻലാൽ സർക്കാരിന്റെയോ ഈ പൊതുസമൂഹത്തിന്റെ ഒരു പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹം ചെയ്ത കുറ്റം അനുസരിച്ച് അയാൾ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടതാണ്? ആനയെ കൊന്നിട്ടാണ് കൊമ്പെടുക്കുന്നത്, പുലിയെ കൊന്നിട്ടല്ല നഖം എടുക്കുന്നത്. അപ്പൊ എത്ര വർഷമാണ് മോഹൻലാൽ ജയിലിൽ കിടക്കേണ്ടത്? അയാൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടോ? അയാൾ ഈ പോലീസിന്റെ എസ്കോർട്ട് ഇപ്പോഴും അയാൾക്ക് കിട്ടുന്നില്ലേ? എല്ലാ സൗകര്യവും അനുഭവിക്കുന്നില്ലേ? അത് സർക്കാരിന്റെ മുഖമല്ലേ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അയാൾ സർക്കാരിന്റെ മുഖമാണ്, ഇവിടുത്തെ സിനിമ നടന്മാരാണ് ഇവിടുത്തെ സർക്കാരിന്റെ മുഖം എന്ന് പറഞ്ഞ് വലിയ വേദിയിലല്ലേ, നവകേരളത്തിന്റെ ഏറ്റവും വലിയ വേദിയിലല്ലേ അവർ ഏറ്റവും വലിയ ഒരു പ്രസ്താവന ഇറക്കിയത്. അല്ല, ഈ വേടന് ഇതുപോലെ ഒരു വേദി കൊടുത്തു. പക്ഷെ നാളെ ഇടുക്കിയിലെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ വേടന്റെ റാപ്പ് ഷോ ഇതുപോലെ വെച്ചിരുന്നു. അറിയാലോ ശ്രീമതി ധന്യാരാമൻ. മാത്രമല്ല, ഇതിനകത്ത് സർക്കാർ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി പോവുകയാണ്, നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ കഞ്ചാവ് കേസിൽ ഒരാൾ പിടിയിലാകുമ്പോൾ സർക്കാരിന് മറ്റ് ഗത്യന്തരമില്ല, അയാളെ ആ പരിപാടി റദ്ദാക്കുക, മാറ്റി നിർത്തുക എന്നതാണ്. അതാണ് ഇപ്പൊ നാളത്തെ ഇടുക്കിയിലെ നാളത്തെ പരിപാടി മാറ്റി. ശരി ഞാൻ വരുന്നത് ഞാൻ ഒറ്റ മിനിറ്റ്, ഞാൻ ജോർജ് ജോസഫ് സാറോടെ അതിനോട് ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടി ചോദിക്കുകയായിരുന്നു. അതിലേക്കായിരുന്നു ഞാൻ വന്നത്. ജോർജ് ജോസഫ് സാർ, ഇപ്പൊ നാളത്തെ പരിപാടിയിൽ നിന്ന് വേടന്റെ ആ പ്രോഗ്രാം ഇടുക്കിയിലെ പരിപാടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇനി ഈ കേസിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞത് 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്നാണ്. പിന്നെ ഉദ്യോഗസ്ഥർ തിരുത്തി 6 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കുമോ? പിന്നെ ഈ 9.5 ലക്ഷത്തിന്റെ കാര്യത്തിൽ 9.5 ലക്ഷം രൂപ വേടനെ പോലെ ഇത്രയധികം ആരാധകരെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ തുകയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് പരിപാടി നടത്തുന്ന ആളുടെ കയ്യിൽ ആ സമയത്ത് കണ്ടു എന്നത് വലിയൊരു കുറ്റമായി പോലീസ് അവതരിപ്പിക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ള ചോദ്യവും ഉണ്ട് ജോർജ് ജോസഫ് സാർ. കാരണം വേടൻ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ മറച്ചൊന്നും വെച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം വേടൻ പറഞ്ഞത് ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, ഈ 9.5 ലക്ഷം രൂപയുള്ളത് എൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കാനുള്ള തുകയാണ് എന്നാണ്. അത്രയുമാണ് പുറത്തു വന്ന വിവരങ്ങൾ. അത് എനിക്കും അറിയും. അല്ല, ഈ കനകക്കുന്നിലെ പ്രോഗ്രാം വളരെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം നടത്തിയത്. അപ്പം പിന്നെ എവിടുന്ന പണം വരുന്നത്? പല പ്രോഗ്രാം അങ്ങനെയാണ്. അപ്പം അല്ലാതെ ഒരു സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ നടത്തുമ്പോൾ ടിക്കറ്റ് വെച്ച് പോയെന്ന് പറയും. ഇപ്പം കനകക്കുന്ന് പ്രോഗ്രാം ഒരു പൈസയിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് വന്ന് നടത്തി പാടിയിട്ട് പോയതാണെന്ന് ഞാൻ മനസ്സിലാകുന്നത്. എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതെന്തായാലും പോലീസ് അന്വേഷിക്കണം, അത് ആരായാലും ശരി. ഇപ്പം ഈ ഷൈൻ ടോം ചാക്കോയും അതുപോലെ അവർ 2 കോടി രൂപയുടെ ഡ്രഗ്സ് അല്ലേ അവിടെ ആ ലേഡി ഇവർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്കതുകൊണ്ട് അതിൻ്റെ സോഴ്സ് അറിഞ്ഞേ വെക്കുള്ളൂ. കാരണം NDPS ആക്ടിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണ്, അതിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആരാണ്, അതൊക്കെ ഒഫൻസീവാണ് ഇന്ത്യയിൽ. അപ്പോൾ അത് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താവശ്യ ഘടകമാണ്. എത്ര കോടി രൂപയുടെ ഡ്രഗ്സാണ് കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതിവിടെ തികയുന്നില്ല നമുക്ക്. ജോർജ് ജോസഫ് സാർ, ശരി, നമുക്ക് ജോർജ് ജോസഫ് സാർ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കും. ഒറ്റ മിനിറ്റ് ജോർജ് ജോസഫ് സാർ, ഞാൻ വരാം. ഇപ്പോൾ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ VA പ്രദീപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന കേസിൽ ഇതിൽ പറയുന്നത് 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്നാണ്. ഇത് പിന്നെ സാധാരണ കഞ്ചാവാണോ അതോ ഹൈബ്രിഡ് കഞ്ചാവാണോ എന്ന് വ്യക്തമായിട്ടൊരു വിവരം വന്നിട്ടില്ല. എന്തായിരിക്കും ഈ കേസിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് നടക്കും, അതിൻ്റെ സോഴ്സ് കണ്ടെത്തും. മാത്രമല്ല, ഇത് അളവ് കുറഞ്ഞ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള
ശിക്ഷയെ അതിന് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് കൂടുതൽ അതിൻ്റെ സോഴ്സ്, അതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സ്ഥലങ്ങൾ വേറെ എവിടെയെങ്കിലും കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അതൊക്കെ ഇനി അന്വേഷണത്തിലേ തെളിയത്തുള്ളൂ. സാർ, ഇതിനകത്ത് ഇപ്പോൾ വേടൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ഒക്കെ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. വേടൻ പറഞ്ഞത് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്വാണ്ടിറ്റിയുമായി അല്ലെങ്കിൽ ഈ സ്റ്റഫുമായി ഇവരെ പിടികൂടുമ്പോഴല്ലേ ഈ നിയമ നടപടികളിലേക്ക് കടക്കാൻ പറ്റും? അതല്ല ഒരാൾ സ്വമേധയാ ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അതിൽ എക്സൈസിന് എന്താണ് ചെയ്യാൻ കഴിയുക? അതിനാണ് ചികിത്സയ്ക്ക് അവരെ ഇത് ഉപയോഗിക്കുന്നവരെ അതൊരു രോഗമാണ്. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്, അവിടെ ചികിത്സയ്ക്ക് വിധേയനാക്കും. ശരി, ഈ കേസിൽ എന്തൊക്കെയായിരിക്കും സർ പ്രധാനപ്പെട്ട തെളിവുകളായി മാറാൻ പോകുന്നത്? കാരണം ഇതിനു മുൻപ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസ് പൊളിഞ്ഞു പോയത് വേണ്ട രീതിയിൽ പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കി ഈ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് കോടതിയാണ് വിമർശന സ്വഭാവത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഇപ്പോൾ വേടന്റെ കേസിൽ അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ കേസുകളിൽ എന്തൊക്കെയാണ് എക്സൈസ് ഇപ്പോൾ ഇതിലെ തെളിവുകളായി ശേഖരിക്കുക? എങ്ങനെയാണ് ഇതിനെ ഒരു കേസായി കോടതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? ഒരു നർക്കോട്ടിക് കേസ് കണ്ടെടുക്കുമ്പോൾ ആ സ്പോട്ടിൽ വെച്ചൊരു 3 മണിക്കൂറിൽ കുറയാത്തുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ, അപ്പോൾ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അന്നേരം വേറെ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തീർത്ത് പോകേണ്ടി വരും. എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ പെട്ടെന്ന് വേറെ എന്തെങ്കിലും, അല്ല അതിനെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി വേറെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രോസസ്സിങ് പെട്ടെന്ന് തീർത്തിട്ട് പോകുന്നതിനുള്ള ശ്രമം നടക്കും. അങ്ങനെ പെട്ടെന്ന് തീർത്തിട്ട് പോകുന്ന ശ്രമം നടക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവില്ല, അല്ലാതെ ബോധപൂർവം ചെയ്യുന്നതായിരിക്കത്തില്ല. ശരി, ശ്രീ കവാലം ശ്രീകുമാർ, ഈ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ്, അതായത് ഷൈൻ ടോം ചാക്കോയുടെ ചില മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണോ ഈ ലഹരി വസ്തുക്കൾ? ഞങ്ങളാണോ ഇത് കൊണ്ടുവന്നത്? ഇത് ഇപ്പോഴുണ്ടായ സംഭവമാണോ എന്നാണ്. ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ പറയുന്നു അവരുടെ ചെറുപ്പകാലത്തും കലാകാരന്മാർ ഒക്കെ തന്നെ മദ്യമോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചു വന്നവരാണ്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യനുണ്ടായ സമയം മുതൽ അവരോടൊപ്പം തന്നെ ഉണ്ടായ ഒരു വസ്തുവാണെന്നും അത് ഉപയോഗിക്കുകയും അതിന് കലാകാരന്മാരോ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തകർ ആരാണെങ്കിലും അവരൊക്കെ അത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒരു സംഭവം പോലെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സാഹചര്യം ഈ പുതുതലമുറയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കളെ പോലുള്ള കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും പണ്ടത്തെ ഒരു എന്ന് പറഞ്ഞ മദ്യവും കഞ്ചാവും എന്നൊക്കെ പറഞ്ഞത് പണ്ടത്തെ ഒരു കാലത്ത് ഇത്ര വയലൻസ് ഒരിക്കലും ഉണ്ടാകുന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. പക്ഷേ കാലം മാറിയ ഇതിൽ കൂടുതൽ ഈ പുതിയ കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു മാർഗം മാറി സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ കൂടുതൽ, പ്രത്യേകിച്ച് ഈ കലാകാരന്മാരോ അല്ലെങ്കിൽ ഇതിനോട് ആകർഷകരാകുന്ന ചെറുപ്പക്കാർക്കോ ഒക്കെ ഇതൊരു വലിയൊരു ഒരു മാറ്റമാണ്. കാരണം ഈ പിന്നെ എന്താ പറയണ്ടത്, മദ്യം പോലെ മണമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന വയലൻസ് എന്ന് പറഞ്ഞാൽ കൂടുകയാണ്. ഇപ്പം പണ്ട് ഉപയോഗിച്ചിരുന്നില്ലേ എന്ന് പറയുന്ന ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ഉണ്ടാക്കുന്ന ഒരു വിപത്ത് വളരെയധികം അതിൻ്റെ മാറിക്കഴിഞ്ഞു കാലം മുന്നോട്ട് പോയപ്പോൾ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മദ്യമായാലും ശരി എന്തായാലും ശരി അതൊരു എല്ലാം കുഴപ്പമാണ്. പക്ഷേ അന്നത്തെ പണ്ടുണ്ടായിരുന്ന, ഇപ്പം ഞാനൊക്കെ പണ്ട് നമ്മൾ കണ്ടിരുന്ന നമ്മളെ കലാകാരന്മാരും നമ്മുടെ ചുറ്റുമുള്ള കലാകാരും ഇവരോടൊക്കെ തന്നെ നമ്മൾ സഹകരിക്കുമായിരുന്നു. അതൊരു വിഷയമേ അല്ലായിരുന്നു. അവരൊന്നും ഇങ്ങനെ വയലൻസ് കാണിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരിത് മദ്യം അടിച്ചാൽ കുഴഞ്ഞങ്ങ് വീഴും ചിലപ്പം. അപ്പം അതും പെർഫോമൻസിൻ്റെ അതൊന്നും ഇവരാരും കഴിക്കാറില്ല. എനിക്കറിയാവുന്ന പലരും പെർഫോമൻസ് മദ്യം ഇതായിട്ടൊന്നും ബന്ധിക്കാറേ ഇല്ല. അത് കഴിഞ്ഞ് അവരുടെ സ്വകാര്യതയിൽ അത് ചെയ്യുന്ന ഒരു കാര്യം അത്രയേ ഉള്ളൂ. അത് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വർക്കിനോടനുബന്ധിച്ചും ഇത് ഉപയോഗിക്കുന്നു. ആ ഒരു കൾച്ചർ വന്നിരിക്കുകയാണ്. വർക്കിൻ്റെ ഭാഗമായിട്ടും അത് ഉപയോഗിച്ചും നമ്മുടെ പ്രൊഫഷണൽ വർക്ക് ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിരുന്നു. അവിടെയാണ് പ്രശ്നം. നമ്മുടെ വർക്ക് നമ്മുടെ എപ്പോഴും അത് മാറ്റി നിർത്തുക, അതിനോടൊപ്പം ഇത് കലർത്തുമ്പോഴാണ് സമൂഹത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വർക്കും ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല
അത് പേഴ്സണൽ അഫെയറാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് കുറ്റകരവുമാണ്. അതാണ് നമ്മുടെ ഒരു വിഷയം. നമ്മൾ കുറ്റകരമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. അവിടെയാണ് ഒരു പ്രശ്നം. നേരത്തെ സൂചിച്ച ഒരു ഞാനൊക്കെ കലയെ ആസ്വദിക്കുന്നത് വരേണ്യവർഗമാണോ അധസ്ഥിത വർഗമാണോ എന്ന് നോക്കിയിട്ടല്ല. എല്ലാ തരം കലകളും ആര് പെർഫോം ചെയ്യാലും നല്ല കലയാണെങ്കിൽ അത് വേടൻ്റെ ആയാലും ഞാൻ ആസ്വദിക്കാറുണ്ട്. നമ്മളങ്ങനെ ആയിരിക്കണം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എല്ലാം ആസ്വദിക്കാൻ നല്ലതല്ല. അതെ ധന്യ ഉദ്ദേശിച്ചത് അതിന്റെ രാഷ്ട്രീയവും മനസ്സിലായി. അല്ല അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് സംഗീതത്തിനോ അതെ ആ പ്രിവിലേജിനെ കുറിച്ചാണ് ധന്യ പറഞ്ഞതെന്ന് മനസ്സിലായി. മാത്രമല്ല കവാലം ശ്രീകുമാർ പറഞ്ഞത് അദ്ദേഹം ആ കലയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയല്ല, ഒരു കളത്തിനകത്ത് വെച്ച് എല്ലാ കലയെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക മനുഷ്യർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ്സ് എ പോയിന്റ് ടു ബി നോട്ടഡ്. തീർച്ചയായിട്ടും. ശരി, ഞാനൊരു ചെറിയ ഇടവേള പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതങ്ങനെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാനായിട്ടല്ല ഞാൻ ആ പ്രിവിലേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാറ്. തെറ്റ് ചെയ്യാറേ ഇല്ല എന്നുള്ളത് നമ്മുടെ കലാകാരന്മാർ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ നേരത്തെ ഹരീഷും പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു കാര്യം തെറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു നമുക്ക് തോന്നാത്ത ഒരു വർഗ്ഗമാണ് കലാകാരൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആവട്ടെ എല്ലാ കാലത്തും. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ജനപ്രിയ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാറിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അദ്ദേഹം ഈ ചർച്ചയിൽ ചേരാം എന്ന് ഉറപ്പ് നൽകിയതാണ്. അദ്ദേഹത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. ചർച്ചയിലേക്ക് വീണ്ടും നമ്മളോടൊപ്പം ജനപ്രിയ ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ ചേരുന്നുണ്ട്. ശ്രീ എം ജി ശ്രീകുമാർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? നമസ്കാരം. ഈ താങ്കൾ അടക്കമുള്ള ഗായകർ യഥാർത്ഥത്തിൽ ഈ വലിയൊരു ജനക്കൂട്ടത്തെ ഈ പാട്ടിന്റെ ആവേശത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു ലഹരിയാക്കി മാറ്റുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതുപോലെയുള്ള ഓൺ സ്റ്റേജ് പെർഫോമൻസ് അതിഗംഭീരമായി നടത്തുന്ന ആളുകൾക്ക് ലഹരിയുടെ പിൻബലം ആവശ്യമുണ്ടോ ശ്രീ എം ജി ശ്രീകുമാർ? ഇപ്പോൾ വേടന്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുന്നു. മറ്റേ വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഞാൻ കേരളത്തിൽ പോവാത്ത സ്ഥലങ്ങളില്ല. കാരണം ഗാനമേളയാണ് എൻ്റെ അന്നം. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമായിട്ട് എത്ര ഗാനമേള ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു കണക്കുമില്ല. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. മാത്രമല്ല, എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ എൻ്റെ സംഗീതമാണ് എൻ്റെ ലഹരി. കാരണം കയറിക്കഴിഞ്ഞാൽ തീരുന്നവരെ ഞാൻ എന്താ പറയുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ ആസ്വാദകരെ രസിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ട് കയറും. ഇന്ന് വരെയും ഈ 45 വർഷമായിട്ട് 4 ദിവസം മുമ്പുള്ള ഗാനമേള നമ്മുടെ കോഴിക്കോടുണ്ടായിരുന്നു. അതിന് വരെയും ഒരു തുള്ളി ലഹരി ഞാൻ കഴിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് കഴിക്കുകയുമില്ല. സംഗീതമാണ് എൻ്റെ ലഹരി. അല്ലാതെ ലഹരി കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇന്ന് വരെ ഞാൻ കയറിയിട്ടില്ല. ഞാനെന്നല്ല, എൻ്റെ ഗുരുനാഥന്മാരായാലും ദാസേട്ടനായാലും ജയേട്ടനായാലും അതുപോലെ ഞങ്ങളുടെ ഇപ്പം ഞാൻ സമം എന്ന മ്യൂസിക് അസോസിയേഷൻ്റെ വൈസ് ചെയർമാനാണ്. ദാസേട്ടനാണ് ചെയർമാൻ. ഞങ്ങളവിടെ 120 പാട്ടുകാരുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ടൊന്നും വേദിയിൽ കയറില്ല. കാരണം നമുക്ക് സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ്. നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥന വേണം. അപ്പം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ വിശ്വസിച്ച് പോകുന്ന പഴമക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും ഈ ഒരു സംഗീതമാണ് നമ്മുടെ ലഹരി. ഇപ്പം ഞാൻ പാടുമ്പം, ഞാൻ പടകാളിയായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ വേൽമുരുക പാടുമ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു പവർ, അത് ജനങ്ങൾ അവിടെ നിന്ന് കൈയടിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലഹരി, അതാണ് എൻ്റെ ലഹരി. ഒരിക്കലും എല്ലാ ചെറുപ്പക്കാരോടും ഉള്ള എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, ഒരിക്കലും ഈ ലഹരിക്ക് അടിമപ്പെടരുത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളൊരു വേദിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ അത് ശീലമാക്കരുത് എന്നുള്ളൊരു ചെറിയ വിനീതമായ അഡ്വൈസാണ്. അത് സ്വയം തീരുമാനിക്കുന്നതാണ് എല്ലാവരും. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആളല്ല. ഞാനൊരു പാട്ടുകാരനാണ്. പക്ഷെ എൻ്റെ ജീവിതം ഇന്ന് വരെ ഒരു തുള്ളി ലഹരി തൊട്ടുകൊണ്ട് വിദേശത്തായാലും സ്വദേശത്തായാലും കഴിഞ്ഞ 4 ദിവസം മുമ്പ് വരെ തുടങ്ങിയിട്ട് ഞാൻ ഏകദേശം 45 വർഷമായി. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല.
ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, അതായത് നമ്മൾ 3 തരത്തിലാണല്ലോ കാണുക. ഒന്ന്, കല നമ്മൾ ആസ്വദിക്കും, കാണും. പിന്നെ കലാകാരനെ, അത് ആ കല സൃഷ്ടിക്കുന്ന കലാകാരനെ നമ്മൾ കാണും, ഇഷ്ടപ്പെടും. പിന്നെ കലാകാരന് പിന്നിലുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ മലയാളിയെ സംബന്ധിച്ച് ഇത് 3ഉം പരിശുദ്ധമായിരിക്കണം. അതായത് എന്താണോ കലാകാരൻ്റെ കല, അതുപോലെ ശുദ്ധമായിരിക്കണം കലാകാരൻ, അതുപോലെ തന്നെ നല്ലവനായിരിക്കണം മനുഷ്യനും. അപ്പോൾ ഇതിനോട്, ഈ കോൺസെപ്റ്റിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ കലയെ കണ്ടാൽ പോലെ, കലാകാരനെ കണ്ടാൽ പോലെ, അതിന് പിന്നിലെ മനുഷ്യനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ശ്രീ എം ജി ശ്രീകുമാർ എങ്ങനെ കാണും അതിനെ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ ഓരോ മൺതരികളും തന്നിരിക്കുന്നത് എല്ലാ മതസ്ഥരോടെ ചേർന്നാണ്. കാരണം എല്ലാവരുടെയും പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത്. കാരണം കുറേ ഇപ്പം തന്നെ ഈ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയിൽ പോലും പാടാൻ സാധിച്ചത് ഞാൻ എൻ്റെ അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ഡെഡിക്കേഷൻ ടു ദ മ്യൂസിക്, കാരണം സംഗീതത്തോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടാണ്. കാരണം ഞാനിപ്പം ഈ ഇതുപോലത്തെ ലഹരി പദാർത്ഥങ്ങൾ അടിച്ചുകൊണ്ട് ഞാൻ പാടുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, ആൾക്കാർക്ക് മനസ്സിലാവും അത് നമ്മൾ ഇത്രയും വർഷം കെട്ടിപ്പടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആരാധിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതൊരു വെറുപ്പായിട്ട് മാറും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ എം ജി ശ്രീകുമാർ, ഇപ്പോൾ ഈ വേടന്റെ കേസിൽ പ്രത്യേകിച്ച് താങ്കൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. എങ്കിലും എനിക്ക് ഒറ്റ കാര്യം അറിയാനുള്ളത്, വേടനെ ഇപ്പോൾ ഈ കാര്യത്തിൽ പിടിച്ചപ്പോൾ ഈ വേടന്റെ സംഗീതത്തെയും വേടന്റെ സ്റ്റേജിലുള്ള പെർഫോമൻസിനെയും ഒക്കെ ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ വെളിച്ചത്തിലാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്വയം നന്നാകുക എന്നുള്ളതല്ലാതെ നമുക്കാരും നന്നാക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. കാരണം ഞാനും ദാസേട്ടനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസിക് വെളുപ്പിന് 4 മണിക്ക് എണ്ണീറ്റിരുന്ന് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പോൾ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിഞ്ഞൂടാ. അതാണ് എൻ്റെ സത്യം. ശരി, ശ്രീ എം ജി ശ്രീകുമാർ, പൊതുവെ കലാകാരന്മാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. ഇപ്പോൾ താങ്കൾക്ക് അറിയാമല്ലോ, 45 കൊല്ലമായി ഇപ്പോൾ എം ജി എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് ഹൃദയത്തിനകത്തുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് ഇപ്പോൾ അകത്താണെങ്കിലും നാടിനകത്താണെങ്കിലും നാടിന് പുറത്താണെങ്കിലും കലാകാരന്മാർക്ക് കിട്ടും. അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് ഈ കലാകാരന്മാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? കാരണം ഇപ്പോൾ ഈ സിനിമയിലെ പരിശോധനകൾ വേണമോ വേണ്ടയോ എന്നുള്ള തർക്കം നടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള എന്റർടൈൻമെന്റ് ഷോകളിൽ ഈ ലഹരി പരിശോധന ആവശ്യമാണോ എന്നൊരു സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിലെവിടെയാണ് താങ്കൾ നിൽക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇപ്പോൾ എഴുത്തായാലും നമ്മുടെ ഡയറക്ഷനായാലും നമ്മുടെ പാട്ടായാലും നമ്മുടെ സിനിമ എന്ന് പറയുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു സൃഷ്ടിയാണ് സിനിമ. അതിനകത്ത് ലഹരിയുടെ സംഭവങ്ങൾ വരരുത്. കാരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഈ മദ്യം ഒരു സൈഡിൽ കൂടെ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, പണ്ടത്തെ സിനിമയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതേട്ടനായാലും ഇപ്പം അങ്ങനെ അത് ഒരുപാട് ആൾക്കാരുണ്ട്, പേര് ഞാൻ പറയുന്നില്ല ആരെയും, ഗിരീഷ് പുത്തഞ്ചേരി ആയാലും അതിനൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു, അത് മദ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ മാരകമായ ഇതായിട്ടുള്ള MDMA അതുപോലത്തെ കൊക്കൈൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആയുസ്സും കുറയും. ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഇതാണെന്നാണ് ഞാൻ കേട്ടും വായിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതൊക്കെ എന്തായാലും ഒരു സിനിമയെന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ സ്വയം ഒരാൾ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളിപ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. അല്ലെ, ഞാൻ ചോദിക്കുന്നത് ഒരു ലോ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിൽ പരിശോധനകൾ വേണമോ എന്നുള്ളതായിരുന്നു. അതൊക്കെ തീരുമാനിക്കേണ്ട നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ. അതൊന്നും ഞാൻ പറയാൻ ഒരാളല്ലല്ലോ. ശരി ശരി, ഞാൻ എന്റെ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ എം ജി ശ്രീകുമാർ, താങ്കൾ പ്രതികരിച്ചതിനും താങ്കളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിനും. ഞാനൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഈ ചർച്ചയിലേക്ക്. വളരെ ശ്രീമതി ധന്യാരാമൻ, വേടന്റെ ജനപ്രിയതയിൽ നമുക്ക് സംശയമില്ല, അതിൽ തർക്കവുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞു ചില ആളുകൾ വളരെ പ്രിവിലേജ്ഡായി നിൽക്കുന്നു എന്ന വാദവും താങ്കൾ വെച്ചു. പക്ഷേ കഞ്ചാവ് കൈയോടുകൂടി പിടികൂടി ഉടൻ തന്നെ കഞ്ചാവ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു സ്ഥലത്ത് എന്ത് പ്രിവിലേജാണ്, എന്ത് ഇളവാണ് വേടൻ അർഹിക്കുന്നത്? അത് അവനെ ഉടനെ പോലീസ് അറസ്റ്റ് ചെയ്യണം, സ്റ്റേഷനിൽ കൊണ്ടുപോകണം. എത്ര ഗ്രാം കഞ്ചാവാണെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യണം, എത്ര ഗ്രാം കഞ്ചാവാണെന്ന് അളക്കണം. അവനെ 6 ഗ്രാമാണ് ഉള്ളതെങ്കിൽ അവന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം. പക്ഷേ ഇപ്പോഴും പോലീസ് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
രാവിലെ തൊട്ട് ഈ നിമിഷം വരെ വേടനെ വെച്ച് ഷോ ഓഫ് ആണ്. അവനെ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വേടൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ വേടനെ ജയിലിലാക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം അപ്പം അവർ പറഞ്ഞു ഫോറസ്റ്റ് വകുപ്പിനെ ഉപയോഗിച്ച് ഉടനെ പുലിനഖത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നു പറഞ്ഞു. ഇപ്പം പറയുന്നു അത് ഇന്ത്യൻ പുലിനഖമല്ല, പിന്നെ വിദേശത്തുള്ളതാണ്, അതുകൊണ്ട് അത് പ്രശ്നമില്ലെന്ന് പറയുന്നു. ഉടനെ ആയുധപ്രകാരം അവന് ഗിഫ്റ്റ് കിട്ടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ആയുധപ്രകാരം കേസെടുക്കുന്നു തൃക്കാക്കര ACP പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ പോലീസുകാർക്ക് തന്നെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇത്രയും കുത്തു കിട്ടി. എത്ര പോലീസുകാർക്ക് കുത്തു കിട്ടി? അതും 28 കേസിലെ പ്രതികളായിട്ടുള്ള കാപ്പ കേസിലെ പ്രതികൾ, ആ പ്രതികൾ തന്നെയാണ് നിരന്തരം വുമൺ സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന ഒരു കൂട്ടായ്മ വഴി സ്ത്രീകൾ ലൈംഗിക ആരോപണങ്ങൾ വേടനെതിരെ ഉന്നയിച്ചൊരു സംഭവം പിന്നീട് മാപ്പ് പറഞ്ഞതും ഒക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ അത്തരം ഒരു കാര്യത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു മനുഷ്യന് ഏറ്റവും നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതും പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് അയാൾ ഒരു മാതൃകയാവുമ്പം നല്ലതായിട്ടിരിക്കണം എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത്തരം ആൾക്കാർ നമുക്ക് കുറവാണ്. എല്ലാ മനുഷ്യനും നേരത്തെ ജോർജ് ജോസഫ് സാറ് പറഞ്ഞില്ല, 2 മുഖമുണ്ട്. നിങ്ങൾ നോക്കൂ, മുമ്പ് ഈ തിരുവനന്തപുരത്ത് തന്നെ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ 15 വർഷം മുമ്പേ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ട് മയക്കുമരുന്നും കഞ്ചാവൊക്കെ കൊണ്ടുവന്നത് ഒരു IPS ഓഫീസറുടെ മകനാണ്. അന്നുണ്ടായിരുന്ന റിട്ടയർഡ് ആയിപ്പോയ ഒരു IPS ഓഫീസറുടെ മകനാണെന്ന് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കോളേജിൽ ഒരുപാട് പേര് മയക്കുമരുന്നിന് അടിമയായി അവിടെ തൊട്ടാണ് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളത്, മയക്കുമരുന്ന് അഡിക്റ്റ് ആയത്. ഇതൊന്നും കണ്ടുപിടിക്കാനോ ഈ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കഞ്ചാവ് പോലും പിടിക്കാൻ അതിൻ്റെ പുറകു വശം പോയി അവിടെ പോയി റെയ്ഡ് എടുക്കാനോ പോലീസിന് സാധിക്കുന്നില്ല. വലിയ ആൾക്കാർ ഇപ്പോഴും ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അതുവരെ ഈ വേടനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുരുക്കിയും വാർത്തകളിട്ടും ഇങ്ങനെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്തത് എന്തായാലും തെറ്റാണ്, ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ 1985-ലാണ് ഇവിടെ കഞ്ചാവ് നിരോധിച്ചിട്ടുള്ളത്. 85 തൊട്ട് 2025 വരെ ആയിട്ടും ഈ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണ് ഈ കഞ്ചാവും മയക്കുമരുന്ന് ഇവിടെ എത്തുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടുത്തെ ഇത്രയും സംവിധാനങ്ങൾ, ലക്ഷങ്ങളും കോടികളും വർഷാവർഷം സാലറി മേടിച്ച് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, റെയ്ഡ് ഇടേണ്ടവർ, ഇവരെ ആരെക്കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ഇനിയും കാലങ്ങളിൽ ഇത്തരം വേടന്മാരുടെ പുറകെ തന്നെ പോകത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പ്രിവിലേജ് അനുഭവിക്കേണ്ടവർ അനുഭവിക്കും. മോഹൻലാൽ ആനപ്പുറത്ത് പോവും, വേടൻ ജയിലിനകത്ത്. ജോർജ് ജോസഫ് സാർ ഇതിനൊരു മറുപടി. ഇല്ല, ഞാൻ കാവാലവും അതുപോലെ തന്നെ MG ശ്രീകുമാറും ഒക്കെ പറഞ്ഞു കഴിച്ചു. ശുദ്ധ സംഗീതം നമ്മളൊക്കെ ആസ്വദിക്കുന്നവരാണ്. കാരണം ഞാൻ കഥകളി സംഗീതമൊക്കെ നിങ്ങളൊക്കെ ആസ്വദിക്കുമെന്ന് എനിക്കറിയാം. കഥകളി സംഗീതത്തിലെ ഏറ്റവും വലിയ ആസ്വാദകൻ ബഷീർ എന്ന് പറഞ്ഞാൽ, ജാതി മതമൊന്നും അവിടെ ഇല്ല. ബഷീർ എന്നാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ പേര്, കഥകളി. ഞാൻ അദ്ദേഹത്തിൻ്റെ കഥകളി സംഗീതം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? കാരണം സംഗീതത്തിന് ഒരിക്കലും നമ്മളത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കഥാപാത്രത്തിൻ്റെ ആയാലും ശരി, ആരായാലും നല്ല സംഗീതം നമ്മളെല്ലാവരും ആസ്വദിക്കും. അത് ജാതി മത ചിന്തകളൊന്നും അതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ ആൾക്കാർ എത്തുമാത്രം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പയ്യന്മാർ അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പിടിച്ചോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇമേജ് പോയി കഴിഞ്ഞ് ഇടിഞ്ഞു പോയി. അദ്ദേഹം സംഗീതത്തിൽ വന്നോട്ടെ, കീഴാളുള്ള ഒരാൾ ഇതുപോലെ ഉയർന്നു വരട്ടെ, നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം അവർ ധാരാളം വേദനകൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കഞ്ചാവ് കടത്തുന്നതിൽ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്റെ മകൻ സ്റ്റേഷനിൽ കഞ്ചാവുമായിട്ട് പിടിയിലായാൽ ആ രാഷ്ട്രീയ നേതാവ് ആ സ്റ്റേഷനിൽ വന്ന് ഷോ ഓഫ് കാണിക്കുന്നത് ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അവരുടെ മകൻ എന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ്. മുഖമുള്ള അങ്ങനെ ആൾക്കാരെ തപ്പിപ്പോയി ആ കാര്യങ്ങളൊക്കെ ഉറപ്പായും ജോർജ് ജോസഫ് സാറിനെ പോലെ ഒരാൾക്ക് അറിയുമല്ലോ. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ. അല്ല, ധന്യക്ക് അറിയാം. കാരണം ധന്യയെ 3 വയസ്സ് മുതൽ ഞാൻ കണ്ടു. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ സാർ, കംപ്ലീറ്റ് ചെയ്തോളൂ. ധന്യ ഒരു മിനിറ്റ് സാർ, കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, ഞാൻ ധന്യ എനിക്ക് 3 വയസ്സ് മുതലേ അറിയാവുന്ന ആളാണ് ധന്യ. അതുകൊണ്ട് ഇത് ധാരാളം പേര് ഇതുപോലെ കിടന്ന് അനുഭവിക്കുന്നവർ എനിക്ക് വ്യക്തപരമായിട്ട് അറിയാം. നമുക്ക് ആ ജാതി മത ചിന്തകളൊന്നും നമ്മുടെ തലമുറയ്ക്കൊന്നും അത് വന്നിട്ടുമില്ല. പക്ഷേ ഇപ്പോഴേ അങ്ങനെ ഒരു ചിന്ത ചില ആൾക്കാരുടെയൊക്കെ മനസ്സിലുണ്ടെന്ന് നമുക്കറിയാം.
പക്ഷേ ഇദ്ദേഹം ആ സംഗീതത്തിന് ഈ ഇപ്പോഴത്തെ ഈ ലഹരി ഇല്ലായിരുന്നെങ്കിൽ നല്ല ഉയർച്ചയിലോട്ട് പോകേണ്ട ഒരാളാണ്. അതുപോലെ പിള്ളേർ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ രണ്ടും മുഖം ഞാൻ കണ്ടു, അത് ഏതായാലും ശരിയായില്ല. അതിൽ നിന്നൊക്കെ മോചിച്ചായാലും വരട്ടെ, നല്ല കാര്യം. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കായിട്ട് പല ഇപ്പൊ സംസാരിച്ചിട്ട് പോയ എം ജി ശ്രീകുമാറിന് പോലും രണ്ട് മുഖമുണ്ട്. ഇപ്പൊ സംസാരിച്ചിട്ട് പോയ എം ജി ശ്രീകുമാറിന് പോലും രണ്ട് മുഖമുണ്ട്. എം ജി ശ്രീകുമാറിന്റെ വീട് ഇരിക്കുന്ന ഞങ്ങളുടെ പെട്രോളിയം കമ്പനിയുടെ ഓഫീസിൽ നമ്മളൊരു വണ്ടി എല്ലാ മനുഷ്യർക്കും നേരത്തെ തന്നെ പറഞ്ഞതുപോലെ രണ്ട് മുഖമോ മൂന്ന് മുഖമോ ഒക്കെ ആകും. പക്ഷെ അത് ഈ സമൂഹത്തിന് ദോഷകരമാകുക, അതൊരു നിയമലംഘനമായി മാറുക, അത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്നാവുക, തെറ്റായ സന്ദേശം നൽകുക, ഈ സംഭവങ്ങളിലാണല്ലോ നമ്മൾ അതൊരു പ്രശ്നമായി അവതരിപ്പിക്കുന്നത്. ഏതായാലും യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തിൽ ശ്രദ്ധേയനായ റാപ്പർ വേടനാണ് ഇപ്പോൾ ഈ കഞ്ചാവ് കേസിൽ പിടിയിലായിരിക്കുന്നത്. അതേസമയം തന്നെ ഏതൊരാൾക്കും മോചനത്തിന്റെ വഴി തേടാനും നേടാനുമുള്ള അർഹതയുണ്ട്. നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നിയമത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകേണ്ടതുമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ വേട്ടയാടപ്പെടില്ല വേടൻ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേടന്റെ സംഗീതത്തിലൂടെ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ വലിയ ആസ്വാദക ലക്ഷ്യങ്ങളെ അവരെ വീണ്ടും ത്രസിപ്പിക്കാൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വേടൻ ഇനിയും വേദിയിലുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിൽ ഈ ചർച്ച നമ്മൾ പൂർത്തിയാക്കുന്നു. എൻകൗണ്ടർ പ്രൈമിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. വ്യത്യസ്തമായ ഒരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.